കോഴിക്കോട് കുറ്റിച്ചിറ കുളത്തിൽ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസമാണ് കുളത്തിൽ നീന്താനിറങ്ങിയ കുട്ടി മുങ്ങി മരിച്ചത്. കുളവും പരിസരവും കോർപ്പറേഷൻ സംരക്ഷിക്കണമെന്ന ആവശ്യമായി പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ദിവസവും സമീപ പ്രദേശങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് നീന്താനും നീന്തൽ പഠിക്കാനുമായി കുറ്റിച്ചിറക്കുളത്തിലേക്ക് എത്തുന്നത്. എന്നാൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെയില്ല. കുളത്തിന് 3 ഭാഗത്തും പടവുകളുണ്ടെങ്കിലും പടിഞ്ഞാറു ഭാഗത്തില്ല. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നീന്താനിറങ്ങിയ മുഹമ്മദ് യഹിയ എന്ന വിദ്യാർത്ഥി മരിച്ചത് അധികൃതരുടെ അനാസ്ഥ കൊണ്ടാണെന്ന വിമർശനമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. പ്രദേശത്തെ നിരവധി സാംസ്കാരിക സംഘടനകളെല്ലാം, ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങിയവരെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെ നിവേദനം കൊടുത്തതാണ്. ഇതുവരെ ആ ഒരു അപകടം ഉണ്ടാകുമ്പോൾ തീർച്ചയായും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോണ്ട് ഉണ്ടാകും. പിന്നെ അത് മനഃപൂർവ്വം മറക്കുക ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇവിടെ മറ്റുള്ള സ്ഥലത്തുള്ളത് പോലെ തന്നെ ഒരു ലൈഫ് ഗാർഡ് അത്യാവശ്യമാണ്. സുരക്ഷാ ജീവനക്കാരനെയോ ലൈഫ് ഗാർഡിനെയോ നിയമിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. നിരവധി തവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കോർപ്പറേഷനും DTPCയും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കുളത്തിനു ചുറ്റും നേരത്തെ സുരക്ഷാ ബോയകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അതും ഇല്ലാതായി. നാട്ടുകാർ മുൻകൈയെടുത്തായിരുന്നു ബോയകൾ സ്ഥാപിച്ചിരുന്നത്. അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ കൂട്ടായ്മയായ പീപ്പിൾസ് ആക്ഷൻ ഗ്രൂപ്പ് പ്രവർത്തക സമിതിയുടെ തീരുമാനം. ജനം, കോഴിക്കോട്.